കസ്റ്റഡിയിൽ നേരിട്ട പീഡനങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ, ജയിലിനുള്ളിൽ നഷ്ടമായ ജീവിത കാലയളവ്, തിക്താനുഭവങ്ങളുടെയും നീതികേടിന്റെയും അധ്യായങ്ങളായിരുന്നു ഓരോ ഇരയ്ക്കും പറയാനുണ്ടായിരുന്നത്. മക്ക മസ്ജിദ് കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട സയ്യിദ് ഇമ്രാൻ അനുഭവം വിശദീകരിച്ചപ്പോൾ സദസ്സും ട്രിബ്യൂണലിലെ ജൂറി അംഗങ്ങളും ഒരു നിമിഷം നിശബ്ദരായി. When I came out of jail, the moment when I have gone for Friday prayer to my local area, in my area one masjid is there, big mosque is there. For there I have gone for Friday prayer, and all the people who were just looking at me, they were not even like, nobody was speaking to me. And when I was standing in like hum jaise jamaat mein karte hain, I was standing in line, so nobody was ready to stand beside me. ജുഡീഷ്യറിയുടെ മനോഭാവം പോലും നീതിയുടെ വഴിയിൽ വിലങ്ങുതടിയാവുന്നത് എങ്ങനെയെന്നായിരുന്നു ഹുബ്ലി ഗൂഢാലോചന കേസിൽ കുറ്റമുക്തനാക്കപ്പെട്ട യഹിയ കമ്മുക്കുട്ടിയുടെ വിശദീകരണം. ഓർഡർ പാസ് ചെയ്ത് ജഡ്ജിന് മുന്നത്തെ ജഡ്ജ് സാക്ഷി നമുക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞതെങ്കിൽ അത് എഴുതണമെങ്കിൽ നമ്മുടെ വക്കീൽ ഒരു 4 പ്രാവശ്യം ഓർമ്മപ്പെടുത്തേണ്ട ഗതികേട് ഉണ്ടായിരുന്നു. നിരപരാധികളായിട്ടും വർഷങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്നവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്ന് ട്രിബ്യൂണലിലെ ജൂറി അംഗം കൂടിയായ മനീഷ സേതി അഭിപ്രായപ്പെട്ടു. മീഡിയ 1 കോഴിക്കോട്.